ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മക്ക വിജയത്തെക്കുറിച്ചാണ്. ഫതഹ് മക്ക അല്ലെങ്കിൽ മക്കം ഫതഹ് എന്നൊക്കെ പേരിൽ നമ്മൾ മതപ്രഭാഷണങ്ങളിലും അതേപോലെ തന്നെ മദ്രസയിലും ഒക്കെ പഠിച്ച ഇസ്ലാമിൻ്റെ ഒരു പ്രാഥമിക പൂർത്തീകരണം എന്നൊക്കെ അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ചരിത്ര സംഭവമാണ് മക്ക വിജയം. ബദറും ഉഹുദും കന്തക്കും അതേപോലെ ബനു ഖുറൈളയും അതിനുശേഷം ഖൈബറും അതിനിടയിൽ ഹുദൈബിയ സന്ധിയുമൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഓരോ ഘട്ടങ്ങൾ പടിപടിയായി ഓരോ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ ഇസ്ലാമിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവസാനം പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് മക്ക പിടിച്ചടക്കുന്ന ഒരു ഘട്ടവും കൂടിയാണ് ചരിത്രത്തിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇതൊക്കെയും തന്നെ യഥാർത്ഥത്തിൽ ഒരു സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി സമാധാനത്തിൻ്റെ സന്ദേശമായിക്കൊണ്ട് അവതീർണമായ ഒരു അന്തിമ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയാൽ സ്ഥാപിതമാകുന്ന ഒരു ദൈവിക നിയമം ആണല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരുപാട് സംശയങ്ങൾ ഇതിലൊക്കെയും ഉണ്ടാകുന്നത്. അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങളായി ജീവിച്ചിരുന്ന മനുഷ്യർ ഓരോരോ ഗോത്രങ്ങൾ ഇത്തരത്തിൽ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിരുന്നു. അതിൽ ചില ഗോത്രങ്ങൾ പരാജയപ്പെടുകയും ചില ഗോത്രങ്ങൾ അതിജീവിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർ വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് അങ്ങനെ അവർ അതിൻ്റെ അധികാരികളായി വാഴുകയും ചെയ്യുക സ്വാഭാവികമാണ്. ഇതുപോലെ തന്നെയുള്ള ഗോത്രങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള ഒരു ആധിപത്യം സ്ഥാപിക്കലായിരുന്നോ ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും സംഭവിച്ചത് എന്ന് യഥാർത്ഥത്തിൽ ഈ ചരിത്രങ്ങളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ ഒരു സന്ദേശമാണെങ്കിൽ ഇത്തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളും അക്രമങ്ങൾക്കും അനീതിക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ ദീനരോധനങ്ങൾക്കുമൊക്കെ സാക്ഷിയായിക്കൊണ്ട് വേണോ അത് സ്ഥാപിച്ചെടുക്കാൻ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ആക്രമണ മാർഗങ്ങളിലൂടെയാണോ ഇത്തരത്തിലുള്ള തൻ്റെ സന്ദേശം പ്രചരിപ്പിക്കാനും അത് സ്ഥാപിക്കാനുമൊക്കെ സാധിക്കുക? നിഷ്കളങ്കരായ വിശ്വാസികളോടാണ് ഞാൻ ഈ സംവദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് നന്മയായിക്കൊണ്ട് അവന് ഇഹലോകത്ത് ജീവിക്കുമ്പോൾ സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗരേഖ അവതരിപ്പിക്കലാണ്. അതിൻ്റെ ലാസ്റ്റ് എഡിഷൻ ആയിക്കൊണ്ടാണ് ഖുർആൻ അവതീർണമായതെങ്കിൽ ഈ തരത്തിൽ രക്തച്ചൊരിച്ചിലുകളിലൂടെ അത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കഴിവുകേടായിട്ടാണോ അല്ലെങ്കിൽ മഹത്വമായിട്ടാണോ സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുക? യഥാർത്ഥത്തിൽ ദൈവം അത്രയും കഴിവുകെട്ടവനായിട്ട് വിശ്വസിക്കാൻ നമ്മുടെ ദൈവസങ്കല്പം നമ്മെ അനുവദിക്കുന്നില്ല. ദൈവം തമ്പുരാൻ തൻ്റെ സൃഷ്ടികളെ ജാതിയും മതവും ഒക്കെ തിരിച്ച് ഒരു വിഭാഗത്തെ മാത്രം നേർമാർഗത്തിലാക്കുകയും അവർക്ക് സ്വർഗം നൽകുകയും മോക്ഷം നൽകുകയും മറ്റ് വിഭാഗങ്ങളൊക്കെയും തന്നെ ദുർമാർഗത്തിലാക്കി എന്നതിൻ്റെ പേരിൽ ആ ദൈവം തമ്പുരാൻ തന്നെ കത്തിയാളുന്ന നരകത്തിലിട്ട് കരിച്ചു കളയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാമാന്യ ബോധത്തോടു കൂടിയുള്ള തിരിച്ചറിവോടുകൂടിയുള്ള ഒരു സൃഷ്ടാവിന് ചേർന്ന പ്രവർത്തനങ്ങളാണോ? അങ്ങനെ ഒരു സൃഷ്ടാവ് ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിൽ നിന്നെല്ലാം നമ്മൾ എത്തുന്ന പോയിൻ്റ് എന്താണ്? അതൊക്കെയുമാണ് തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ഏതെങ്കിലും ഒരു മതത്തെയോ മതവിഭാഗത്തെയോ ഒരു ആത്മീയ നേതാവിനെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും നിലക്ക് പ്രവാചകനെയോ സഹാബത്തിനെയോ അടക്കം ഒരു തരത്തിലും അപമാനിക്കാനോ അവഹേളിക്കാനോ അല്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ, അതും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ, ഷിയാക്കളുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഓറിയന്റിസ്റ്റുകൾ എഴുതിയ ചരിത്ര ഗ്രന്ഥങ്ങളിലോ അല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ ഏതു തരത്തിലാണ് പ്രവാചകനെയും സഹാബത്തിനെയൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമായി പച്ച മലയാളത്തിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കമായി നിങ്ങൾ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചരിത്ര വായനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് നമ്മൾ ചരിത്ര വായനയ്ക്ക് ഉപയോഗിക്കുന്നത് ഇസ്ലാം ചരിത്രവും വികാസവും എന്ന് പറഞ്ഞിട്ടുള്ള
മുജാഹിദുകൾ ഇറക്കിയിട്ടുള്ള ചരിത്ര ഗ്രന്ഥമാണ്. മലയാളത്തിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ടല്ലേ നമ്മുടെ നാട്ടിലെ മതപ്രഭാഷണങ്ങളിൽ, പ്രഭാഷണ വേദികളിൽ, അതുപോലെ തന്നെ മദ്രസയിലുമൊക്കെ ഉസ്താദുമാർ ഈ ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ വിശദീകരിച്ച് തന്നത്? എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഒരു ഭാഗം മറച്ചു വെച്ചുകൊണ്ട് അവർ നമുക്ക് മുമ്പിൽ വെള്ളപൂശി ചരിത്രത്തെ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് എന്നത് തീർച്ചയായിട്ടും ചിന്തിക്കുന്ന ഒരാൾക്ക് ദൃഷ്ടാന്തമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. സാമ്പത്തികമായ നേട്ടവും അധികാരവും അതുപോലെ തന്നെ അവരുടെ ഭൂമിയിലെ ജീവിതം സുഖലോലുപതയിൽ ജീവിച്ച് തീർക്കുക എന്നുള്ള 6-ാം നൂറ്റാണ്ടിലെ ആ തിയറി തന്നെയാണ് അവരും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 4-ാമത്തെയും അങ്ങ് അവസാനത്തെയും ഗുണം ഈ പറയുന്ന പണ്ഡിത പുരോഹിത വർഗത്തിന് മാത്രമാണ്. പാവപ്പെട്ട നിഷ്കളങ്കരായ വിശ്വാസികൾക്ക് അവർ വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന നാണയത്തുട്ടുകൾ ഈ പറഞ്ഞ ആളുകൾക്ക് വിശ്വാസത്തിൻ്റെ പേരിൽ കൊള്ളയടിക്കാൻ തുറന്നു വെച്ചു കൊടുക്കുക എന്ന ഗതികേടല്ലാതെ ഇതിൽ മറ്റൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഈ 1400 കൊല്ലം കൊണ്ട് ഇസ്ലാമിക ചരിത്രം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് വെറുതെ മാറി നിന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ജാതിയും മതവും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറത്ത് നമ്മൾ മനുഷ്യരായി ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെയും മനസ്സിലാക്കാൻ സാധിക്കുക. എന്താണ് മക്ക വിജയവുമായി ബന്ധപ്പെട്ട് ഈ ചരിത്ര ഗ്രന്ഥം നമ്മോട് പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഹുദൈബിയയിൽ വെച്ച് മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ ഒപ്പിട്ട് അംഗീകരിച്ച അനാക്രമണ സന്ധി ഇരുവിഭാഗവും സഖ്യത്തിൽ ഏർപ്പെടുന്ന കക്ഷികളുടെ കാര്യത്തിൽ ബാധകമായിരുന്നു. മുശ്രിക്കുകളുമായി സഖ്യമുണ്ടാക്കിയ ബക്ർ ഗോത്രം മുസ്ലിം സഖ്യകക്ഷിയായ ഖുസാ ഗോത്രത്തെ ആക്രമിച്ചു. ഈ 2 ഗോത്രങ്ങളും തമ്മിൽ പൂർവ്വകാലം മുതൽക്കേ പരസ്പരം പോരിലായിരുന്നു. 2 ഗോത്രങ്ങൾ തമ്മിലുള്ള പോര് അന്നും ഉണ്ടായിരുന്നു. ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ച ഒരു ഗോത്രീയ ആക്രമണമല്ല. അത് ജാഹിലിയ കാലഘട്ടത്തിൽ അവിടുത്തെ ഗോത്രങ്ങൾ തമ്മിൽ നേരത്തെ നിലനിന്നിരുന്ന സംഗതിയാണെന്ന് വ്യക്തം. അത് 2025 നമുക്ക് ചിന്തിക്കുമ്പോൾ പ്രാകൃതമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കണമെന്നാണെന്നുള്ളത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നു. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൽ യുദ്ധങ്ങൾ എന്ന പേരിൽ അതെന്തോ ദൈവത്തിൻ്റെ ഓർഡർ പ്രകാരം, അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ നേതൃത്വം നൽകിക്കൊണ്ട് ചെയ്ത എന്തോ ഒരു പുണ്യപ്രവൃത്തി, ഒരു ജിഹാദായിട്ട് കാണുന്നൊരവസ്ഥയാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ ആ തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഗോത്രങ്ങൾ തമ്മിലുള്ള ആക്രമണങ്ങൾ, പിടിച്ചടക്കലുകളൊക്കെ ആ കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിരുന്നു. അത് അതുപോലെ പിന്തുടരുക മാത്രമാണ് പ്രവാചകനും ചെയ്തത്. ആകെ ഒരു വ്യത്യാസമുള്ളത് അവിടെ നിലനിന്നിരുന്ന ദൈവസങ്കല്പമായ അള്ളാഹുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവാണ് ദൈവം എന്നൊരു ദൈവവിശ്വാസം അവിടെ നിലവിലുണ്ടായിരുന്നു. ആ ദൈവവിശ്വാസത്തിൽ മറ്റാരെയും പങ്കുകാരാക്കി ചേർക്കരുത്. ഏകനായ ദൈവം അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അതിൽ പങ്കുകാരായിട്ട് അവർ ചേർത്ത് ആരാധിക്കുന്ന ലാത്ത, ഉസ്സ, മനാത്ത പോലെയുള്ള ദൈവങ്ങളെ ഒന്നും തന്നെ അതിൽ ആരാധനയിൽ പങ്കുകാരായി ചേർക്കരുത് എന്ന ഒരു തിയറിയിൽ അധിഷ്ഠിതമായി, അല്ലെങ്കിൽ ആ ഒരു ആദർശത്തിൽ അധിഷ്ഠിതമായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ പിന്തുടരുക മാത്രമാണ് ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ വരെ അതുപോലെ ഫോളോ ചെയ്യുന്ന അവസ്ഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായത്. ആകെയുള്ളൊരു വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൃഷ്ടാവ് അള്ളാഹുവാണ്, അവൻ ഏകനാണ്, അവന് പങ്കുകാരനില്ല. ഈ ഒരു വിശ്വാസം അത് തികച്ചും അഭൗതികമായിട്ടുള്ളൊരു കാര്യമാണ്. ഭൗതികപരമായി തെളിയിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല, ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ്. ആ ചിന്താഗതി ഇപ്പോൾ നിലവിൽ ലോകത്ത് ഏതൊക്കെ തരത്തിലുള്ള ദൈവസങ്കല്പങ്ങളുണ്ട്, അതുപോലെയുള്ള ഒരു ദൈവസങ്കല്പം മാത്രമാണ്, അഭൗതികമായ ഒരു വിശ്വാസം മാത്രമാണ് അള്ളാഹുവാണ് ഏക ഇലാഹ് എന്ന വിശ്വാസം. അത് 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ദൈവവിശ്വാസങ്ങളെപ്പോലെ ഉള്ള ഒരു വിശ്വാസമാണ്. ഭൗതികപരമായി ഒരിക്കലും പ്രൂവ് ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കേവലമായ അഭൗതികമായ ഒരു വിശ്വാസം മാത്രം. ആ വിശ്വാസം ഈ പ്രവാചകൻ്റെ ഈ പറയുന്ന ഗോത്രങ്ങൾ കീഴടക്കുമ്പോൾ പ്രവാചകൻ ഫോളോ ചെയ്തിരുന്നു എന്നുള്ളത് സത്യമാണ്, വ്യക്തമാണ്. അതിൽ വിശ്വസിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്, അവിശ്വസിക്കുന്നവരും ഉണ്ടായിട്ടുണ്ട്. വിശ്വസിച്ച ആളുകളൊക്കെയും പ്രവാചകൻ്റെ ആ പറയുന്ന ഗോത്രങ്ങൾ കീഴടക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭങ്ങളിലും നേട്ടങ്ങളിലും പങ്കാളികളായി അവരുടെ ഭൗതിക ജീവിതം
സുഖകരമായി സുഖലോലുപതയിൽ അവ ജീവിച്ചു പോരുകയും ചെയ്തിരുന്നു. നേരെ മറിച്ച് അവിശ്വാസികൾ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിക്കുന്ന ആ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായി കൊണ്ടുള്ള ഗോത്രീയമായ ഗോത്രങ്ങൾ പിടിച്ചടക്കുന്ന തരത്തിലുള്ള ആ ഒരു തിയറി ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് എതിര് നിൽക്കുകയോ അതിൽ വിശ്വസിക്കാതിരിക്കുകയോ പ്രവാചകനെ ദൈവത്തിൻ്റെ ദൂതനായി അംഗീകരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരെയാണ് അവിശ്വാസികളായി പരിഗണിച്ചിരുന്നത്. ആ അവിശ്വാസികൾക്കൊന്നും തന്നെ ഈ പറയുന്ന ഗോത്രങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് സ്ഥാപിതമാകുന്ന ഒരു വലിയ ഗോത്രത്തിൻ്റെ നേട്ടങ്ങളോ ലാഭങ്ങളോ ഒന്നും തന്നെ അവർക്ക് അർഹതപ്പെട്ടിരുന്നില്ല, അവർക്ക് കിട്ടിയിരുന്നില്ല. അവർക്ക് ആ തരത്തിൽ അതിൻ്റെ ഒരു ബൗണ്ടറിയിൽ സുഖലോലുപതയിൽ ശാന്തിയും സമാധാനത്തോടു കൂടിയോ അവരുടെ ജീവിതം നയിക്കുന്നതിന്, ഭൗതിക ലോകത്തെ ജീവിതം നയിക്കുന്നതിന് സാധ്യവുമല്ലായിരുന്നു. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവർക്ക് ഈ നേട്ടങ്ങൾ ആസ്വദിച്ചുകൊണ്ട് പ്രവാചകന്റെ അനുയായികളായി സ്വഹാബികളായി അവിടെ സുഖമായി കഴിയാം, അല്ലാത്തവർക്ക് നാട് വിട്ടു പോവുകയും ചെയ്യാം എന്നൊരു വ്യവസ്ഥ അവിടെ വന്നത്. അതിനപ്പുറത്തേക്ക് ദൈവികമായ എന്തോ ഒരു ആത്മീയമായ ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാരായി ജീവിക്കുന്ന ഒരവസ്ഥയൊന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതുവരെ നമ്മൾ വായിച്ച ചരിത്രങ്ങളിൽ നിന്നും തുടർന്ന് അങ്ങോട്ട് വായിക്കാൻ പോകുന്ന ചരിത്രങ്ങളിൽ നിന്നൊക്കെ അത് കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അതിനുശേഷം എന്താണെന്ന് നോക്കാം. ഈ രണ്ട് ഗോത്രങ്ങളും തമ്മിൽ പൂർവ്വകാലം മുതൽക്കേ പരസ്പരം പോരിലായിരുന്നു. സന്ധി വ്യവസ്ഥകൾ ലംഘിച്ച് മുശ്രിക്കുകൾ ബക്റിന് ആയുധങ്ങൾ നൽകി സഹായിച്ചു. രാത്രി രഹസ്യമായ അവരുടെ നേതാക്കൾ ബക്കറിൻ്റെ പട്ടാളത്തോടൊപ്പം ചേർന്ന് കുസായെ ആക്രമിക്കുന്നതിൽ പങ്കുചേർന്നു. രക്ഷക്കായി കുസാ നിർഭയ കേന്ദ്രമായ ഹറമിൽ പ്രവേശിച്ചു. പക്ഷേ ഗോത്ര നേതാവ് നൗഫൽ സ്വന്തം അനുയായികളോട് പോലും വിലക്കുകൾ ലംഘിച്ച് ഹറമിൽ വെച്ച് ആക്രമിച്ചു. കുസാക്കാർ അമ്രുബിൻ സാലിമിന്റെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘത്തെ നബിയുടെ സഹായം തേടാനായി മദീനയിലേക്ക് അയച്ചു. എൻ്റെ സത്വത്തെ സംരക്ഷിക്കും പോലെ ഞാൻ നിങ്ങളെയും സംരക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉറപ്പ് കൊടുത്തു. തങ്ങൾ പ്രവർത്തിച്ചത് അബദ്ധമായിപ്പോയെന്ന് ബോധ്യം വന്ന ഖുറൈശികൾ അവരുടെ നേതാവായ അബൂ സുഫിയാനെ നബിയെ കാണുന്നതിനായി മദീനയിലേക്ക് അയച്ചു. തൻ്റെ പുത്രിയും നബിയുടെ പത്നിയുമായ ഉമ്മു ഹബീബയുടെ അടുത്താണ് ആദ്യം പോയത്. പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ മകൾ അത് ചുരുട്ടി വെച്ചു. ഈ ഉമ്മു ഹബീബ പ്രവാചകന്റെ ഭാര്യയാണ്, അബൂ സുഫിയാൻ്റെ മകളാണ്. ഒരു മുശ്രിക്കായ അഥവാ അള്ളാഹുവിൽ പങ്കു ചേർത്ത് ഷിർക്ക് ചെയ്ത് പച്ചയായ ഷിർക്ക് ചെയ്ത് ജീവിക്കുന്ന ആ ഷിർക്കൻവാദികളുടെ നേതാവ് കൂടിയായ അബൂ സുഫിയാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മകൾ അഥവാ മുശ്രിക്കുകളുടെ കുടുംബത്തിൽ മുശ്രിക്കായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ മകളെ, ഞാൻ വ്യക്തിപരമായിട്ട് ഒരാളെ മുശ്രിക്കോ കാഫിറോ എന്നൊന്നും വിളിക്കുന്നതിനോട് യോജിപ്പുള്ള ആളല്ല. പക്ഷേ ഈ ചരിത്രം വായിക്കുമ്പോൾ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇതിൽ സംബോധന ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് മാത്രമാണ് ആ തരത്തിൽ വായിക്കേണ്ടി വരുന്നത്. അതൊരിക്കലും ഒരാളെ മുശ്രിക്ക്, മുസ്ലിം, കാഫിർ, മുർത്തദ് ഇങ്ങനെയൊന്നും മനുഷ്യരെ വേർതിരിച്ച് വിളിക്കുന്നതിനോടോ അങ്ങനെ ചിന്തിക്കുന്നതിനോടോ വ്യക്തിപരമായി എനിക്ക് പരിപൂർണ വിയോജിപ്പാണുള്ളത്. ഒരു കാരണവശാലും ഞാൻ അങ്ങനെ വിളിച്ചു എന്ന് ശ്രോതാക്കളാരും തെറ്റിദ്ധരിക്കരുത്. ഈ ചരിത്രത്തിൽ ഓരോ വിഭാഗത്തെയും പരിചയപ്പെടുത്തുമ്പോൾ ആ വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യർ എല്ലാവരും മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ നമ്മുടെ ചിന്തകളെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും ഒന്നുമല്ല, നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, പിതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ മകൾ അത് ചുരുട്ടി വെച്ചു. അപ്പോൾ ഈ അബൂ സുഫിയാൻ ഈ തരത്തിൽ ഈ കോംപ്രമൈസിന് വേണ്ടി വന്നപ്പോൾ ആദ്യം ചെന്നത് പ്രവാചകനിലേക്ക് നേരിട്ട് ചെല്ലാതെ അദ്ദേഹത്തിൻ്റെ മകളും പ്രവാചകൻ്റെ പത്നിയുമായ ഉമ്മു ഹബീബയുടെ അടുത്താണ് ചെന്നത്. അപ്പോൾ അദ്ദേഹം ഒരു വിരിപ്പിൽ ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ മകൾ ആ വിരിപ്പ് ചുരുട്ടി വെച്ചു. ആ വിരിപ്പിൽ പിതാവ് ഇരിക്കുന്നത് ആ മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അതിന് അവർ പറയുന്നൊരു റീസൺ ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എത്ര മനുഷ്യത്വ വിരുദ്ധാണെന്ന് നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരിപ്പിൽ നിങ്ങൾക്കിരിക്കാൻ പറ്റുകയില്ല, നിങ്ങൾ മുശ്രിക്കും നജസ്സുമാണ്. സ്വന്തം പിതാവിനോട് ഒരു മകള് പറയണം. ആ പിതാവ് ആ മകളുടെ അടുത്ത് വരുമോ? എന്ത് കാര്യത്തിന് വന്നതാണെങ്കിലും ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ മതം പലപ്പോഴും മനുഷ്യരിൽ പ്രകൃത്യാ ഉള്ള മനുഷ്യത്വത്തെ, സ്നേഹത്തെ, കാരുണ്യത്തെ, സമാധാനത്തെ, ശാന്തിയെയൊക്കെ ഇല്ലാണ്ടാക്കുന്ന പല ഘട്ടങ്ങളും ഈ മതത്തിൻ്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും അല്ലാതെയുമൊക്കെ നമുക്ക് ബോധ്യപ്പെടും. അതിൻ്റെ ഒരു രംഗമാണിത്. സ്വന്തം പിതാവിനോട് വളർത്തി വലുതാക്കി ഒരു വൈവാഹിക ജീവിതം സമ്മാനിച്ച് അങ്ങനെ ഉള്ള ആ സ്നേഹനിധിയായ തൻ്റെ പിതാവിനോട് പറയുകയാണ്, റസൂലിൻ്റെ വിരിപ്പിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റില്ല, നിങ്ങൾ മുശ്രിക്കും നജസ്സുമാണെന്ന്. ഒരു മനുഷ്യനെ നജസ്, എന്താണ് ഈ നജസ്? മ്ലേച്ഛമായത്, വൃത്തികെട്ടത്. നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴുകില്ലേ,
അങ്ങനെ കഴുകിക്കളയാൻ നിർബന്ധിതമാകുന്ന വസ്തുക്കളില്ലേ, ആ വസ്തുവായിട്ടാണ്, ആ ഒരു മ്ലേച്ഛമായിട്ടുള്ള സംഭവമായിട്ടാണ് സ്വന്തം പിതാവിനെ ആ മകൾ കാണുന്നത്. ഈ ആദർശം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ഈ തരത്തിൽ പ്രവാചകനിലും അന്ത്യദിനത്തിലും ഈ പറയുന്ന ഇസ്ലാമിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇത്രത്തോളം അധപ്പതിക്കാൻ, മാനുഷികമായി ഉള്ള മൂല്യങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ തരത്തിൽ അധപ്പതിച്ച ചിന്താഗതിയിലേക്ക് മതം എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ സ്വന്തം പിതാവിനോട് ഈ മകള് അഥവാ പ്രവാചകൻ്റെ ഭാര്യ പറയുന്ന വാക്കാണിത്. മകൾ ഇത് അറുത്തു മുറിച്ച് പറഞ്ഞു, എന്നെ പിരിഞ്ഞ ശേഷം നിനക്ക് എന്തോ വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്, പിതാവ് പറഞ്ഞു. ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ ആ പിതാവ് പറയുകയാണ്, എന്നെ പിരിഞ്ഞതിന് ശേഷം അഥവാ വിവാഹം കഴിച്ച് അവരുടെ അടുത്തുനിന്ന് ഈ ഭർത്താവിൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിനക്കെന്തോ വലിയ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന്. ഒരു പിതാവിനോട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആ പിതാവ് യഥാർത്ഥത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ പിതാവിൻ്റെ മാന്യത എത്രയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ പിതാവ് പറയുന്നത് നിനക്കെന്തോ കാര്യമായ കുഴപ്പം പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം പിതാവിനോട് ആ തരത്തിൽ സംസാരിക്കുന്നത് വലിയ കുഴപ്പവും ബഹുമാനമില്ലായ്മയും ആ പിതാവിനെ അവഹേളിക്കലുമാണ് എന്ന് ചിന്തിക്കുന്ന ആ ഒരു ധാർമ്മിക ബോധം അവിടെ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മകൾ തന്നെ സഹായിക്കില്ലെന്ന് ബോധ്യം വന്ന അബൂ സുഫിയാൻ നേരെ റസൂലിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങളിപ്പോൾ കരാറിൽ തന്നെയാണുള്ളത് എന്ന് പറയുകയല്ലാതെ വ്യക്തമായ ഒരു സൂചനയും അദ്ദേഹം നൽകിയില്ല. പിന്നെ അബൂബക്കർ, ഉമർ, അലി എന്നിവരുടെ അടുത്തേക്ക് സന്ദർശിച്ചെങ്കിലും പ്രതികരണം നിരാശാജനകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 8-ാം വർഷം റമളാൻ 10-ന് വമ്പിച്ച ഒരു സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു. നാമും ഖുറൈശികളും തമ്മിൽ കരാറില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു സംശയം ഉന്നയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ കരാർ ലംഘിച്ചു. വഴിക്കുവെച്ച് ധാരാളം പേർ സൈന്യത്തിൽ ചേർന്നു. എണ്ണം 10,000 അപ്പോൾ ഹിജ്റ 8-ാം വർഷം റമളാൻ 10-ന് ഈ മക്ക കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി വൻ സൈന്യവുമായിട്ട് പ്രവാചകൻ പുറപ്പെടുകയാണ്. ആ പുറപ്പെടുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനും അതുപോലെ തന്നെ ഇസ്ലാമിക ഖലീഫമാരിൽ ഒന്നാമത്തെ ആളുമായിട്ടുള്ള പ്രവാചകനിൽ എന്ത് പറഞ്ഞാലും അത് അതുപോലെ വിശ്വസിക്കുന്ന വിശ്വാസിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതിൽ സംശയം ഉന്നയിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പോലും ചിന്തിക്കുകയാണ്, നബി എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ സ്ഥാനമുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇപ്പം നമ്മൾ ഓൾറെഡി ഹുദൈബിയ സന്ധി എന്ന് പറയുന്ന കരാറിൻ്റെ ആ വ്യവസ്ഥ നിലനിൽക്കുന്ന സന്ദർഭമല്ലേ? ആ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് കരാർ ലംഘനമല്ലേ എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർ കരാർ ലംഘിച്ചു എന്ന്. ഹുദൈബിയ സന്ധി ആരാണ് ആദ്യമായി ലംഘിച്ചത് എന്ന് ഹുദൈബിയ സന്ധി വിശദീകരിക്കുന്ന നമ്മളുടെ വീഡിയോ നിങ്ങൾ കാണാത്തവർ അതൊന്ന് ജസ്റ്റ് കാണുക. എന്നിട്ട് അതിനുശേഷം ഈ ഒരു ഭാഗം വായിക്കുക. പ്രവാചകൻ പറയണം അവരാണ് കരാർ ലംഘിച്ചത് എന്ന്. ഇനി അവരാണ് കരാർ ലംഘിച്ചത് എന്ന് തന്നെ വെക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അത് അറിയില്ലായിരുന്നു. അവർ കരാർ ലംഘിച്ച കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ട് പോലുമില്ല എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ബാക്കി എന്താ പറഞ്ഞാൽ നോക്കാം. വഴിക്ക് വെച്ച് ധാരാളം പേർ സൈന്യത്തിൽ ചേർന്നു. എണ്ണം 10,000. ഖുറൈശികൾ വിവരമറിഞ്ഞ് ഒരു യുദ്ധത്തിന് തയ്യാറാവുകയും അത് മുഖേന മക്കയുടെ പവിത്രത ലംഘിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഭയന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സംഭവിക്കാതിരിക്കാൻ പദ്ധതി അതീവ രഹസ്യമാക്കി. ചാരന്മാരെ സൂക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്വാനം ചെയ്തു. എങ്കിലും ഹാത്തിബ് ഇബ്നു അബീ ബൽത എന്ന സ്വഹാബിക്ക് ഒരബദ്ധം പറ്റി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറപ്പാടിനെ സംബന്ധിച്ച് ഖുറൈശികളെ അറിയിക്കുന്ന കത്ത് ഒരു സ്ത്രീയെ കൂലിക്ക് വിളിച്ച് അവൾ വശം കൊടുത്തയച്ചു. വിവരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. അദ്ദേഹം അലി, സുബൈർ, മിഖ്ദാദ് എന്നിവരെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഉടനെ ഗാക്ക് തോട്ടത്തിലെത്തണം. അവിടെ ഒരു യാത്രക്കാരി ഉണ്ടാകും. അവരുടെ വശം ഒരു കത്തുണ്ട്. അത് പിടിച്ചു വാങ്ങണം. അവർ സ്ഥലത്തെത്തി കത്ത് ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ അത് നിഷേധിച്ചു. കത്ത് തന്നില്ലെങ്കിൽ വസ്ത്രം ഞങ്ങൾ അഴിക്കും. അപ്പം അലി റളിയല്ലാഹു അൻഹുവും സുബൈറും മിഖ്ദാദും ഒക്കെ പറയുകയാണ്, ആ കത്ത് നീ തന്നില്ലെങ്കിൽ ആ സ്ത്രീയോട് നിന്റെ വസ്ത്രം ഞങ്ങൾ അഴിക്കും. അല്ലാതെ അവരെ പിടിച്ച് മദീനയിലേക്ക് കൊണ്ടുപോയി പ്രവാചക സന്നിധിയിലേക്ക് കൊണ്ടുപോയി തടവുകാരായി തടങ്കലിൽ വെക്കും എന്നൊന്നുമല്ല. ഈ ചെന്ന അലി ഇബ്നു അബീ ത്വാലിബും സുബൈറും മിഖ്ദാദും ഒക്കെ ഇവരൊക്കെ ആരാണെന്നുള്ളത് ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാം. പ്രവാചകൻ്റെ മരുമകനാണ്, ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് അലി റളിയല്ലാഹു അൻഹു. ഇവർ 3 പേരും പറയുന്ന വാക്കെന്താണ്? കത്ത് തന്നില്ലെങ്കിൽ വസ്ത്രം ഞങ്ങൾ അഴിക്കും. ഈ രൂപത്തിൽ ഒരു സ്ത്രീയോട് ഈ അന്യപുരുഷരായിട്ടുള്ള ഈ ആളുകൾക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ദൈവവിശ്വാസം കൊണ്ട്, ഈ തൗഹീദ് കൊണ്ട് വ്യക്തിപരമായി അവർക്ക് എന്ത് ധാർമ്മിക ബോധമാണ് ഉണ്ടായിട്ടുള്ളത്?
അല്ലെങ്കിൽ മനുഷ്യരെ റെസ്പെക്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ ബഹുമാനിക്കുന്ന, ആ ഒരു തരത്തിൽ മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു ഉന്നതമായ ഒരു ധാർമ്മിക ബോധമോ ആ തരത്തിലുള്ള ചിന്താഗതിയോ ഇവർക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ? ഈ തൗഹീദ് കൊണ്ട്, ഏകദൈവാരാധന കൊണ്ട്, പ്രവാചകനെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുകയും പ്രവാചകനോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന ഈ സ്വഹാബിമാരിൽ ഒന്നാം നമ്പർ സ്വഹാബികളായിട്ടുള്ള ഈ സ്വഹാബികൾ പറയുന്നത് എന്താണ്? കത്ത് തന്നില്ലെങ്കിൽ നിന്റെ വസ്ത്രം ഞങ്ങൾ അഴിക്കുമെന്ന്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുക ഏത് തരത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയ മഹത്വവൽക്കരിച്ച് റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ ചെല്ലുന്ന സ്വഹാബത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അവരുടെ സംസ്കാരവും അവരുടെ പ്രവൃത്തികളും ഒക്കെ ഈ തരത്തിലാണ്. അപ്പോൾ കത്ത് തന്നില്ലെങ്കിൽ വസ്ത്രം ഞങ്ങൾ അഴിക്കും അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൾ മുടിക്കെട്ടിനുള്ളിൽ നിന്ന് അത് പുറത്തെടുത്തു കൊടുത്തു. കത്തുമായി ദൂതർ മദീനയിലെത്തി. ഹാത്തിബ്, താങ്കൾ എന്തിനീ പണി ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തമായി ചോദിച്ചു. ഹാത്തിബ് പറഞ്ഞു, തിരുമേനി, മുഹാജിറുകൾക്കെല്ലാം അവരുടെ കുടുംബവും സ്വത്തും സംരക്ഷിക്കാൻ മക്കത്ത് ബന്ധുക്കളുണ്ട്. എനിക്ക് കുടുംബക്കാർ ആരുമില്ല. എന്നോട് ഒരു കടപ്പാട് തോന്നി ഖുറൈശികൾ എൻ്റെ കുടുംബത്തെ രക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. ഞാൻ മതം മാറിയതല്ല. ഇസ്ലാമിനു ശേഷം കുഫ്രിനെ അംഗീകരിച്ചതുമില്ല. ഹാത്തിബ് നിങ്ങളോട് ഉള്ള നേര് പറഞ്ഞു എന്ന് നബി അനുയായികളെ ബോധ്യപ്പെടുത്തി. എന്നാൽ ഉമറിൻ്റെ പ്രതികരണം മറിച്ചായിരുന്നു. തിരുമേനി, ഞാൻ ഈ മുനാഫിക്കിൻ്റെ കഴുത്ത് വെട്ടട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പറയുന്ന വ്യക്തി സ്വഹാബിയാണ്, പ്രിയപ്പെട്ടതാണ്, ബദറിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ ഉമറിൻ്റെ ചിന്താഗതി പ്രവാചകൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് മുനാഫിക്കായിട്ടാണ് ഉമർ അദ്ദേഹത്തെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ കഥ കഴിക്കട്ടെ, കഴുത്ത് വെട്ടട്ടെ എന്ന് പ്രവാചകനോട് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമറിന് മറുപടി കൊടുക്കുകയാണ്. അദ്ദേഹം ബദറിൽ പങ്കെടുത്തവനാണ്. തുടർന്ന് ബദറിൽ പങ്കെടുത്തവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ബോധ്യപ്പെടുത്തി. അപ്പോൾ ഈ തരത്തിൽ പ്രവർത്തിച്ച, ബദറിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ തരത്തിലുള്ള എന്ത് തോന്നിവാസം ചെയ്താലും, ഈ പറയുന്ന ചതിയും വഞ്ചനയൊക്കെ ചെയ്താലും ബദറിൽ പങ്കെടുത്തവനാണോ അവന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉമറിന് ആ തരത്തിൽ അദ്ദേഹത്തെ വധിക്കാനോ ശിക്ഷിക്കാനോ യാതൊരു അർഹതയുമില്ല എന്നാണ് പ്രവാചകൻ അവിടെ പഠിപ്പിക്കുന്നത്. നബിയും അനുയായികളും മക്കയിലേക്ക് നീങ്ങുകയാണ്. നോമ്പ് അവരെ ക്ഷീണിപ്പിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. ഒട്ടകപ്പുറത്തിരുന്ന് ജനങ്ങൾ കാണുക അദ്ദേഹം നോമ്പ് മുറിച്ചു. നമ്മൾ പറഞ്ഞല്ലോ, റമളാൻ 10-നാണ് അദ്ദേഹം പുറപ്പെടുന്നത്. ഹിജ്റ 8-ാം വർഷം റമളാൻ 10-ന്. അപ്പോൾ റമളാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പ് എടുക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. തൻ്റെ അനുയായികളൊക്കെ നോമ്പ് പിടിച്ച് ക്ഷീണിതനാകുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ പരസ്യമായിട്ട് നോമ്പ് മുറിച്ച്, ഫറലായ നോമ്പ് മുറിച്ച് അവർക്ക് മാതൃകയായി. വഴിയിൽ ജഹ്ഫിലെത്തിയപ്പോൾ കുടുംബസമേതം മദീനയിലേക്ക് ഹിജ്റ വരുന്ന അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കണ്ടു. കുടുംബത്തെ മദീനയിലേക്ക് അയച്ചു അദ്ദേഹത്തോട് മുസ്ലിങ്ങളോടൊപ്പം ചേരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അവർ മക്കയുടെ കവാടമായ മർറുദ്ദഹനാനിൽ എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10,000 ആളുകളോടും തീപ്പന്തം കത്തിക്കാൻ കൽപ്പിച്ചു. ശത്രുക്കൾ മുസ്ലിങ്ങളുടെ ശക്തിയും എണ്ണപ്പെരുപ്പവും കണ്ട് അമ്പരക്കാനായിരുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് കൃത്യമല്ലേ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന ശക്തി പ്രകടിപ്പിക്കുക, ഇതൊക്കെ ഭൗതികപരമായിട്ട് മനുഷ്യർ മറ്റു ഗോത്രങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെയൊക്കെ കീഴ്പ്പെടുത്തുമ്പോൾ മനുഷ്യർ തന്നെ ചെയ്യുന്ന തന്ത്രങ്ങളുടെ ഭാഗമായിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ്. ഇതിലൊന്നും ഒരു ദൈവികതയുമില്ല. ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുമ്പോൾ ഭൗതികപരമായിട്ട് എടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതാണ് ഇതിലൊക്കെയും ഉള്ളത്. അതൊരു ഗോത്രീയ നേതാവ് മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന തന്ത്രങ്ങൾ, ആ തരത്തിൽ ഇന്നിപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ എയർഫോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തി തെളിയിക്കുക, ശക്തി പ്രകടനം, ഇതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇതുപോലെ അന്നത്തെ ഒരു ശക്തി പ്രകടന രീതി അങ്ങനെയായിരുന്നു, അത് കാണിക്കുന്നു. ഇതൊക്കെ ഭൗതികപരമായിട്ടുള്ള ചിന്തകളും തന്ത്രങ്ങളും മാത്രമാണ്. ഇതിലൊന്നും ഒരു ദൈവികതയുമില്ല. ഭൗതികപരമായിട്ട് മറ്റൊരു ഗോത്രത്തെ ആക്രമിക്കുന്നു, അത്ര മാത്രമാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ഇതിൽ നിന്നും ഒരു സ്പിരിച്വാലിറ്റിയും കാണാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമന വിവരമറിഞ്ഞ ഖുറൈശികൾ വസ്തുതാ അന്വേഷണം നടത്തി സ്ഥിരീകരിക്കാനായി അബൂ സുഫിയാനെയും മറ്റു ചിലരെയും അയച്ചിരുന്നു. അവർ തീ കണ്ട് അമ്പരന്നു. ഇത് അറഫയാണോ എന്ന അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കെ പട്ടാള ക്യാമ്പിൻ്റെ കാവലക്കാർ അവരെ പിടികൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഹാജരാക്കപ്പെട്ട അബൂ സുഫിയാനെ പിറ്റേ ദിവസം കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദരമർപ്പിച്ചുകൊണ്ട് കണ്ടപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു, ഞാൻ കിസ്റയുടെയും കൈസറിൻ്റെയും അടുത്ത് പോലും ഇങ്ങനെ കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ എത്തിയ അബൂ സുഫിയാനോട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഒഴികെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ എന്ന് ചോദിച്ചു. അബൂ സുഫിയാൻ പറഞ്ഞു, മറ്റൊരു ദൈവമുണ്ടെങ്കിൽ അത് എനിക്ക് ഇതുവരെ ഒരു ഗുണവും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ അബൂ സുഫിയാനെ ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ സ്വഹാബത്ത് പിടിച്ചു കൊണ്ടുപോയി പ്രവാചകന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ്. അബൂ സുഫിയാൻ ചിന്തിക്കുന്നത് എന്താണ്? അബൂ സുഫിയാന്റെ ദൈവസങ്കല്പം ലാത്ത ഉസ്സ മനാത്ത ഒക്കെ അങ്ങനെയൊക്കെ നിറഞ്ഞ അള്ളാഹുവിന് പെൺമക്കളൊക്കെ ഉണ്ട് എന്ന രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവസങ്കല്പമാണ് അബൂ സുഫിയാനുള്ളത്. ആ ദൈവ സങ്കല്പങ്ങളിലുള്ള ദൈവങ്ങളൊന്നും, ആ ദൈവിക കഥാപാത്രങ്ങളൊന്നും തന്നെ അബൂ സുഫിയാന് രക്ഷിക്കുന്നില്ല.
പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിലുള്ള ആ അധികാരത്തിന് കീഴിലുള്ള ആ സൈന്യം അല്ലെങ്കിൽ ആ സ്വഹാബത്ത് അബൂ സുഫിയാനെ പിടിച്ചുകൊണ്ട്, അബൂ സുഫിയാന്റെ ശത്രുവാണ് പ്രവാചകൻ, ആ ശത്രുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി കൊടുത്തപ്പോൾ അബൂ സുഫിയാൻ സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ വിശ്വസിച്ച് ആരാധിച്ച ലാത്തെ ഉസ്സൈ മനാത്തെയൊക്കെ എന്നെ കൈയൊഴിഞ്ഞു, എന്നെ അവർ രക്ഷിച്ചില്ല എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ ആ ഒരു ദൈവസങ്കല്പമാണല്ലോ അവിടെ വിജയിച്ചത്. മുഹമ്മദ് നബിക്കും സ്വഹാബത്തിനും കീഴ്പ്പെടേണ്ട അവസ്ഥ വന്നല്ലോ. അപ്പോൾ അബൂ സുഫിയാൻ ചിന്തിക്കുകയാണ് എന്ത്, അള്ളാഹുവാണ് ദൈവം. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിലോ, അബൂ സുഫിയാൻ അവരുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അബൂ സുഫിയാൻ ചിന്തിക്കുക, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ഈ പറയുന്ന അബൂ സുഫിയാനെ സഹായിച്ചു. അബൂ സുഫിയാൻ്റെ ദൈവവിശ്വാസത്തിൽ അബൂ സുഫിയാൻ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ ഒരു ദൈവസങ്കല്പം അബൂ സുഫിയാന് ഉപകാരപ്പെട്ടു, അത് തന്നെ രക്ഷിച്ചു എന്നല്ലേ അബൂ സുഫിയാൻ വിചാരിക്കുക. അപ്പം ഇതൊരു സാഹചര്യത്തിൽ ആ സമയത്ത് ഭൗതികപരമായിട്ടുള്ള വിജയം നേടാൻ ആർക്കാണോ കഴിഞ്ഞത് അതിലധിഷ്ഠിതമായി നിലനിൽക്കുന്ന ഒരു ദൈവസങ്കല്പം. ഇന്നിപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭൗതികപരമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആരുടെ കയ്യിലാണോ കൂടുതൽ അവർ അത് വിജയിക്കുക എന്നുള്ളത് ഭൗതികപരമായിട്ടുള്ള ഒരു ആക്രമണത്തിൽ സ്വാഭാവികമാണ്. അവിടെ ദൈവികമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഈ 10-30 കൊല്ലമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. നിരപരാധികളായ ഒരുപാട് മനുഷ്യർ അതിൽ കൊല്ലപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഭൗതികപരമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ശക്തി ആർക്കാണോ ഉള്ളത് അത് വിജയിക്കുക എന്നുള്ളതാണ് ഈ ഭൂമിയിൽ ഇന്നേ വരെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസം പേറുന്ന ആളുകൾക്ക്, അത്തരത്തിലുള്ള വിശ്വാസികൾക്കൊരു പ്രത്യേകത, ദൈവം അതിലിടപെട്ട് സഹായിക്കുന്നൊരവസ്ഥ, അങ്ങനെയൊന്നും ഈ കാലം അത്രയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഭൗതികപരമായിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനെ അതിജയിക്കാൻ കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരാജയം സംഭവിക്കും. അതല്ലേ ഉഹുദിൽ നടന്നത്. ഉഹുദിൽ ഭൗതികപരമായിട്ടുള്ള ഒരു ചെറിയ പാളിച്ച മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോൾ അതിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ദൈവികമായ ഒരു ജിഹാദാണ്, ദൈവം കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു യുദ്ധമാണ് ഇത് നടക്കുന്നതെങ്കിൽ ഉഹുദിൽ പരാജയപ്പെടില്ലല്ലോ. ബദറിൽ ജയിച്ച മുസ്ലിങ്ങൾ എന്തുകൊണ്ട് ഉഹുദിൽ പരാജയപ്പെട്ടു? ഭൗതികപരമായ പാളിച്ച സംഭവിച്ചപ്പോൾ അവർ പരാജയപ്പെട്ടു. ദൈവത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സന്ദേശം സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് സ്ഥാപിക്കുക, ദൈവം തന്നെ അദൃശ്യരായ അഭൗതികരായിട്ടുള്ള മലക്കുകളെ ഇറക്കി ആ ഒരു ദൈവത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കലാണ് അല്ലെങ്കിൽ ആ സന്ദേശം അവിടെ സംസ്ഥാപിക്കലാണ് ദൈവം നേരിട്ടിടപെട്ട് ചെയ്യുന്ന സംഗതിയാണെങ്കിൽ ഉഹുദിൽ പരാജയപ്പെടില്ലല്ലോ. ഭൗതികപരമായ പാളിച്ച സംഭവിച്ചപ്പോൾ ഏതൊരു ആക്രമണത്തെയും പോലെ ആ ആക്രമണത്തിൽ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ അവർ പരാജയപ്പെടുകയാണ്. ഇത് തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. ഒരു കൂട്ടർക്കും ദൈവം അങ്ങനെ പ്രത്യേകത നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം ആളുകളായി സ്വീകരിച്ചു കൊണ്ടൊന്നും ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് ചുരുക്കം. ഇവിടെയും സംഭവിക്കുന്നത് അതാണ്. അബൂ സുഫിയാൻ്റെ ഈ ഒരു നിലപാടിൽ നിന്ന് തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അബൂ സുഫിയാൻ്റെ ദൈവസങ്കല്പവും പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുന്ന ദൈവസങ്കല്പമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവിടെ ഭൗതികപരമായിട്ട് അബൂ സുഫിയാൻ കുടുങ്ങിയപ്പോൾ അഥവാ കീഴടങ്ങേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അബൂ സുഫിയാൻ അതുവരെ വിശ്വസിച്ച ദൈവസങ്കല്പം കൈയൊഴിയുകയാണ്. അതിൻ്റെ അർത്ഥം ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ അബൂ സുഫിയാൻ മനസ്സാ വാചാ കർമ്മണ എല്ലാം തിരിച്ചറിഞ്ഞ് തിരിച്ചറിവോടുകൂടി പ്രവാചകനെ മനസ്സിലാക്കി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ഹിദായത്ത് കിട്ടി ഹിദായത്തിലേക്ക് വന്ന് ഈമാനുള്ള മനുഷ്യനായി തീർന്നു എന്നാണോ? അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന ആ ഒരു സംഭവം തെറ്റാണ് എന്ന് ഈ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിഷ്പക്ഷമായിട്ട് നിഷ്കളങ്കമായിട്ട് വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടും. അബൂ സുഫിയാൻ പറയുന്നത് അള്ളാഹു ഒഴികെ മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ബോധ്യമായോ എന്ന് പ്രവാചകൻ അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്. ഈ തരത്തിൽ കീഴ്പ്പെടുത്തി വാൾമുനമ്പിൽ നിന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. അബൂ സുഫിയാൻ ഈ ഹക്ക് മനസ്സിലാക്കിയിട്ട് പ്രവാചകൻ്റെ പ്രവാചകത്വവും ഈ പറയുന്ന ഇസ്ലാമാണ് ശരി എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവോടുകൂടി പരിപൂർണ സംതൃപ്തനായിട്ട് ആണോ ഇസ്ലാം സ്വീകരിക്കുന്നത്? അല്ല. ഇത് ഈ ഒരു സ്ഥലത്ത് ഈ അബൂ സുഫിയാൻ്റെ സംഭവം നിൽക്കുന്നില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്ന് കാണുന്ന ഭീകരമായ അവസ്ഥകൾക്കൊക്കെയും കാരണമാകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റാണ് ഈ നടക്കുന്ന ഇപ്പം നമ്മൾ വായിച്ച ഈ ഭാഗം. ഇവിടെ നിന്ന് അബൂ സുഫിയാൻ തുടങ്ങുന്നൊരു ജൈത്രയാത്രയുണ്ട്. അബൂ സുഫിയാനും അബൂ സുഫിയാൻ്റെ മകൻ മുആവിയയും അടക്കമുള്ള ആളുകൾ പിന്നീട് അങ്ങോട്ട് ഒരു പുതിയൊരു ഇസ്ലാമിക രാഷ്ട്രവും പുതിയൊരു ഇസ്ലാമിൻ്റെ മുഖവും ഒക്കെ നൽകിക്കൊണ്ട് ഇന്ന്
നമ്മൾ കാണുന്ന ഈ തരത്തിൽ അധപ്പതിക്കുന്നതിന് കാരണഹേതുവാകുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുകയാണ്, അബൂ സുഫിയാൻ സ്വന്തമായിട്ട് ഇത് മനസ്സിലാക്കി തിരിച്ചറിവോടുകൂടി അള്ളാഹുവിനെ ഭയന്ന് അത് തിരിച്ചറിഞ്ഞ് ഹിദായത്ത് കിട്ടി അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചതാണെങ്കിൽ ഇന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം ഇങ്ങനെ ആകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ഇത്രയും ഭീകരമായൊരു അവസ്ഥയിൽ എത്തിക്കുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എത്തിക്കാൻ കാരണമായതും ഈ അബൂ സുഫിയാനെ ഈ തരത്തിൽ വാൾമുനമ്പിൽ ഇസ്ലാം സ്വീകരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. അബൂ സുഫിയാൻ പിന്നീട് ഇതിനെല്ലാം പ്രതികാരം വീട്ടുന്ന അവസ്ഥകളൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ വായിക്കാൻ കഴിയും. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കാരുണ്യത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു സന്ദേശം സ്വീകരിച്ച് അങ്ങനെ പരിപൂർണ മുഅ്മിനായി മുവഹിദായി അങ്ങനെ ജീവിക്കുന്ന അവസ്ഥയൊന്നും ചരിത്രങ്ങളിലില്ല. അതൊക്കെ നമ്മൾ പിന്നീട് പറഞ്ഞൊപ്പിച്ച് ഒരു റളിയല്ലാഹു അൻഹു കൂടി അങ്ങോട്ട് ചേർത്തിട്ട് നമ്മൾ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ചരിത്രങ്ങളിലൊക്കെ വലിയ വലിയ അട്ടിമറികളൊക്കെ നടന്നത് കൃത്യമായിട്ട് ഈ അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഷിയാക്കളുടെ ഗ്രന്ഥമോ ഓറഞ്ചിസ്റ്റുകളുടെ ഗ്രന്ഥങ്ങളോ ഒന്നും പരുതണ്ട. അഹ്ലുസുന്നത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, സുന്നി, മുജാഹിദ്, ജമാഅത്ത്, ഇതിപ്പോൾ മുജാഹിദുകൾ ഇറക്കിയ പുസ്തകമാണ്. ഇനി സുന്നികളുടേത് ജമാഅത്ത് ഇസ്ലാമി ഇറക്കിയതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, നമ്മളത് വായിക്കാറുമുണ്ട്. ആ ഗ്രന്ഥങ്ങളിലൊക്കെയും ഈ ചരിത്രങ്ങളുണ്ട്. അത് മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഈ അട്ടിമറികളൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിലൊന്നും ഒരു ദൈവികതയുമല്ല. ഇത് കേവലമായി രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ആ കാലഘട്ടത്തിൽ ഗോത്രങ്ങളെ കീഴ്പ്പെടുത്തുക. അവിടെ സത്യമോ നീതിയോ അല്ലെങ്കിൽ ധാർമ്മികതയോ കരുണയോ സ്നേഹമോ ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അത്തരം കീഴ്പ്പെടുത്തലുകളിൽ നിരാലംബരാക്കപ്പെട്ട സ്ത്രീകളും പിഞ്ചു പൈതങ്ങളുടെയൊക്കെ കണ്ണീരും അവരുടെ തേങ്ങലുകളുമൊക്കെ സാധാരണ ഉണ്ടാകാറുള്ളത് പോലെ ഈ ചരിത്രങ്ങളിലും പ്രവാചകൻ നേതൃത്വം കൊടുത്ത യുദ്ധങ്ങൾ എന്ന് പറയുന്ന ഈ ആക്രമണങ്ങളിലും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. അവിടെയൊന്നും ഈ പറയുന്ന കാരുണ്യമോ സമാധാനമൊന്നും നമ്മൾ കാണുന്നില്ല. ബനു ഖുറൈളയിൽ നമ്മൾ വായിച്ചില്ലേ, ആ തരത്തിൽ തന്നെയാണ് ഈ സഫിയ ബീവിയുടെ വിവാഹവും നമ്മൾ ചെയ്തു. അതിലൊക്കെയും തന്നെ ഈ നിരപരാധികളായ സ്ത്രീകളെ, കുടുംബമായി ജീവിച്ച സ്ത്രീകളെ, കുട്ടികളെയൊക്കെ ഈ തരത്തിൽ പിടിച്ചടക്കി ഒരു രാഷ്ട്രം കെട്ടിപ്പടുത്ത് അതിൽ അധികാരം സ്ഥാപിച്ച് സുഖലോലുപതയിൽ ഭൗതികപരമായി നേട്ടങ്ങൾ കൊയ്ത് ജീവിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലൊക്കെയും തന്നെ ദൈവം ഇടപെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം സ്ഥാപിക്കുന്ന ഒരു ഇടപാടും ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സുഫിയാനോട് ചോദിക്കുകയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് താങ്കൾക്ക് ബോധ്യമായോ എന്ന്. ചുറ്റും സ്വഹാബത്ത് വാളുമേന്തി നിൽക്കുന്ന സാഹചര്യത്തിൽ അബൂ സുഫിയാനോട് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? അള്ളാഹുവിനെ ദൈവമായി അംഗീകരിച്ചോ? പ്രവാചകൻ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് അംഗീകരിച്ചോ എന്ന്. അപ്പോൾ മുഹമ്മദ് നബി പ്രവാചകനാണോ എന്ന് ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് അബൂ സുഫിയാൻ പറഞ്ഞത്, അതിൽ എനിക്ക് ഇപ്പോഴും മനസ്സിൽ ഒരു കാര്യം ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ ഉസ്സയെ എന്ത് ചെയ്യും? അബൂ സുഫിയാൻ്റെ ഈ വാചകം ഉമറിനെ ക്ഷോഭിച്ചു. അപ്പോഴും ഈ ലാത്ത ഉസ്സ മനാത്തയൊന്നും അബൂ സുഫിയാന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അതിനൊക്കെ എന്ത് ചെയ്യുമെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. പ്രവാചകനായി ഈ പറയുന്ന അബൂ സുഫിയാൻ അംഗീകരിച്ചിട്ടില്ല. ഉമറിനെ ആ വാക്കുകൾ ക്ഷോഭിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ശാന്തനാക്കി. അവസാനം അബൂ സുഫിയാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി എന്ന്. ഈ വാൾമുനമ്പിൽ ചുറ്റും സ്വഹാബത്ത് നിൽക്കുമ്പോൾ, ഈ തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ, ഇവിടെ നിന്ന് ഈ പറയുന്ന ആദർശം സ്വീകരിക്കാതെ അഥവാ മുസ്ലിം ആകാതെ പ്രവാചകന്റെ അനുയായി ആയിട്ടല്ലാണ്ട് ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകാനാകില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബൂ സുഫിയാൻ ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആവുകയാണ്. ഇത് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് തിരിച്ചറിവോടുകൂടി ബോധ്യപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ അന്ത്യപ്രവാചകനാണെന്ന് ബോധ്യപ്പെട്ടിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അബൂ സുഫിയാൻ കലിമ ചൊല്ലിയതല്ല. അങ്ങനെ കലിമ ചൊല്ലിയതാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദുരന്തങ്ങളൊന്നും ഇസ്ലാമിക ലോകത്തുണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ അബൂ സുഫിയാനെ ഈ വാൾമുനയിൽ കീഴ്പ്പെടുത്തിയപ്പോൾ അബൂ സുഫിയാൻ ആ സമയത്ത് കീഴ്പ്പെടുകയും മനസ്സിൽ സൂക്ഷിച്ച പ്രതികാരവും അതുപോലെ തന്നെ ഇസ്ലാമിനോടുള്ള വിരോധവുമൊക്കെ പിന്നീട് അബൂ സുഫിയാൻ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പരമാവധി ആ രൂപത്തിൽ പ്രതികാരം തീർത്ത് അതിൻ്റെ പുറത്ത് അധികാരം സ്ഥാപിച്ച് നേരെ ഒരു അട്ടിമറി നടത്തി അദ്ദേഹം സ്ഥാപിച്ച ഒരു ഇസ്ലാമിക ലോകമുണ്ട്. ആ ഇസ്ലാമിക ലോകമാണ് ഇന്ന് നമ്മൾ പലപ്പോഴും കാണുന്നത്. യഥാർത്ഥത്തിൽ ഈ ചരിത്ര വസ്തുതകളൊക്കെ നമ്മൾ തിരിച്ചറിയുകയും നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുകയും നിഷ്കളങ്കമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടും. ഇതിലൊന്നും ഒരു അവ്യക്തതകളുമില്ല. പച്ച മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച ചരിത്ര വസ്തുതകളാണിത്.
അതിനുശേഷം മക്ക കീഴടക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. കഅബ പ്രവാചകൻ ത്വാഫ് ചെയ്യുന്നതും ആ ത്വാഫ് ചെയ്യുന്ന സമയത്ത് അതിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒക്കെ കൃത്യമായ തെളിവുകൾ അടുത്ത ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ നമ്മളിത് പാർട്ട് 1 ആയിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത്രയും ലെങ്ത്ത് വന്നതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഈ മക്ക വിജയം എന്ന ടോപ്പിക്കിലുള്ള ഈ വിഷയത്തിൻ്റെ പാർട്ട് 1 വീഡിയോ ആയിട്ട് ഇത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാർട്ട് 2-ൽ മക്ക കീഴടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ബാക്കി ഭാഗത്ത് വായിക്കാം. അവസാനിപ്പിക്കുന്നതിന് മുമ്പും എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോടും അവിശ്വാസികളോടും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ഒരു ദൈവസങ്കല്പത്തെയോ ഒരു മതത്തെയോ ഒന്നും അവഹേളിക്കാൻ ഒന്നുമല്ല. ഈ തരത്തിലുള്ള ചരിത്ര വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് അതിന് അത്ര പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കാര്യങ്ങൾ ക്രമീകരിക്കുക. ഈ മതത്തിൻ്റെ പേരിലോ ജാതിയുടെയോ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ പേരിൽ ഈ പറയുന്ന ആക്രമണങ്ങൾ ചെയ്ത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തികൾ ഏർപ്പെട്ട് മനുഷ്യരുടെ ശാന്തി സമാധാനമുള്ള ജീവിതം ഇല്ലാണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യർ പോകാതിരിക്കാൻ ഈ വസ്തുതകൾ നമ്മൾ അറിയൽ നിർബന്ധമാണ്. ഇങ്ങനെയൊക്കെയാണ് ഈ സംഭവങ്ങൾ കെട്ടിപ്പടുത്തിട്ടുള്ളത്. ഈ കണ്ണീരുകൾക്കും നൊമ്പരങ്ങൾക്കും അതുപോലെ തന്നെ നിരപരാധികളായ ഒരുപാട് മനുഷ്യരുടെ രക്തം ചിന്തിയിട്ടുമൊക്കെയാണ് ഈ തരത്തിലുള്ള സൗധം പണിതിട്ടുള്ളത്. അത് മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലും ഒക്കെ ആയാലും അതെല്ലാം ആക്രമണങ്ങളാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്, മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളത് തന്നെയാണ്. അതിനെ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായി എന്നുള്ളത് കൊണ്ട് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ വർഗീയത ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മനുഷ്യരാണ് എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിച്ച് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും താങ്ങും തണലുമായിക്കൊണ്ടൊക്കെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.